ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിൽ ഇറങ്ങുകയാണ്. ആലത്തൂർ മണ്ഡലത്തിലാണ് വരിക, അതായത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യത്തെ പരിപാടി. അതിനുശേഷമായിരിക്കും ആറ്റിങ്ങിലേക്ക് പോവുക. എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്? വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് എന്നെനിക്കറിയാം. വലിയൊരു ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നുണ്ടോ കുന്നംകുളത്ത്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും ആൾക്കൂട്ടം വന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലേക്ക് മൂന്നാമത് തവണയാണ് പ്രധാനമന്ത്രി വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ പ്രധാനമന്ത്രിയുടെ വരവും അതുപോലെ തന്നെ BJPയുടെ പ്രതീക്ഷകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിവരണമൊന്നും ആവശ്യമില്ല. മൂന്നാമതാണ് ഒരു പ്രധാനമന്ത്രി തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുന്നു എന്ന് തന്നെ ആ മത്സരച്ചൂട് വ്യക്തമാക്കുന്നതാണ്. ഏകദേശം 10:30 ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം ഇറങ്ങുന്നത്. അതിനുശേഷം കാർ മാർഗമാണ് കുന്നംകുളത്തേക്ക് എത്തുന്നത്. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ട് എന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും കുന്നംകുളം എന്നത് ആലത്തൂർ മണ്ഡലത്തിലുമാണ്. ഈ രണ്ട് മണ്ഡലങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. പ്രധാനമായും 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഈ വേദിയിലുണ്ടാകും. ഒന്ന് തൃശ്ശൂർ, അതുപോലെ തന്നെ ആലത്തൂർ, മലപ്പുറം, ചാലക്കുടി, പൊന്നാനി, ഇങ്ങനെ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അവിടുത്തെ പ്രവർത്തകരുമാണ് ഇന്ന് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ്. നമുക്കെല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തൃശ്ശൂർ. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകുന്നത് കരുവന്നൂർ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് പ്രധാനമന്ത്രിയുടെ ചില പ്രസ്താവനകളിലൂടെയായിരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം. പ്രത്യേകിച്ച് ആലത്തൂരിലെ സ്ഥാനാർത്ഥി ഡോക്ടർ സരസു അവർ വീണ്ടും അവരുടെ സ്ഥാനത്ത് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായും അവസാനമായും നരേന്ദ്രമോദി നേരിട്ട് വിളിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ സരസു. അവർക്ക് നൽകിയ ഉറപ്പാണ് കരുവന്നൂരിൽ സഹകരണ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികളുണ്ടാകുന്നത്. പിന്നീടും നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്നത് അത്തരത്തിൽ വളരെ ശക്തമായ നിലപാടുകളുമായി പ്രധാനമന്ത്രി വരും നാളുകളിൽ മുന്നോട്ട് പോകുമോ, അതിനുള്ള ഉറപ്പുകൾ ഇവിടെ നിന്ന് ലഭിക്കുമോ, മോദിയുടെ ഗ്യാരണ്ടി അക്കാര്യത്തിൽ ഇവിടെ നിന്നുണ്ടാകുമോ എന്ന് തന്നെയാണ്. അതേസമയം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി വീണ്ടും കരുവന്നൂര് സജീവമായ ചർച്ചയാണ്. അതോടൊപ്പം തന്നെ CPMൻ്റെ നേതാക്കൾ നിരന്തരമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകുകയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രസംഗം നരേന്ദ്രമോദിയിൽ നിന്ന് ഇവിടെ ഉണ്ടാകുമോ എന്നാണ് BJP പ്രവർത്തകരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ ഉറ്റുനോക്കുന്നത്. വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് കരുവന്നൂരിനെ കൊണ്ടുവന്നത് പ്രധാനമന്ത്രിയുടെ 2 ഘട്ടങ്ങളിലുണ്ടായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. വലിയ രീതിയിൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 11 മണിയോടുകൂടിയാണ്. പക്ഷേ അപ്പോഴും ജെയ്സൺ ഒരു സംശയമുള്ളത്, ഇപ്പോൾ PK ബിജു നേരത്തെ ഷാജനെയും ഒക്കെ ചോദ്യം ചെയ്തു, MM വർഗീസിനെ ചോദ്യം ചെയ്തു ED. അപ്പോൾ നരേന്ദ്രമോദി നേരത്തെ ഈ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചതിന് ശേഷമാണ് EDയുടെ അടുത്ത റൗണ്ട് ചോദ്യം ചെയ്യലുണ്ടാവുന്നത്. പക്ഷേ ആ ചോദ്യം ചെയ്യലിന് ശേഷവും അറസ്റ്റുകളൊന്നും ഉണ്ടായില്ല. സാധാരണ രീതിയിൽ അങ്ങനൊരു അറസ്റ്റ് ഉണ്ടാവുക, അങ്ങനൊരു സാഹചര്യം ഉണ്ടാവുക, ആ സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തി പ്രചരണം നടത്തുക എന്നതായിരുന്നു ഈ NDAയുടെ ലക്ഷ്യമായി നമ്മൾ കണക്കാക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ആ അറസ്റ്റ് നടക്കാത്ത സാഹചര്യത്തിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി CPMനെ കരുവന്നൂർ വിഷയത്തിൽ കടന്നാക്രമിക്കും എന്നത് മാത്രമല്ലേ ബാക്കിയുള്ളൂ? തീർച്ചയായും കരുവന്നൂർ വിഷയം ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി തന്നെയാണ് BJP പ്രധാനമായും കാണുന്നത്. UDFും അത്തരത്തിൽ അതിശക്തമായ പ്രചാരണം. പക്ഷേ UDF അതിനെ കാണുന്നത് BJPയുടെ ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നു, അത്തരത്തിലുള്ള ഒരു പ്രസ്താവന എന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലാണ്, കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് പരാജയപ്പെട്ട PK ബിജുവിനെ കഴിഞ്ഞ ദിവസം മാത്രമാണ്, കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ പേര് സജീവമായിട്ടുണ്ടായിരുന്നു. കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അതിൽ പ്രധാന പ്രതിയായ സതീഷുമായുള്ള അടുത്ത ബന്ധം, അദ്ദേഹത്തിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് PK ബിജുവിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്ത് വിട്ടയച്ചതും വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകുന്നതും. അതോടൊപ്പം തന്നെയാണ് CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന CPMൻ്റെ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്, അതുപോലെ തന്നെ ഉന്നതരായ നേതാക്കളെയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണഘട്ടത്തിൽ സജീവമാകേണ്ടിയിരുന്ന നേതാക്കളെയെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി വിളിപ്പിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പായും പറയാം, തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ചയാക്കുക, അതോടൊപ്പം തന്നെ അതിൽ നിന്ന് BJPക്ക് ഈ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നതൊരു പ്രധാന അജണ്ട തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും കുറേ കാലങ്ങളായി നിശബ്ദമായിരുന്ന കരുവന്നൂർ വിഷയത്തെ വീണ്ടും സജീവമാക്കിയത്. പ്രധാനമന്ത്രിയുടെ 2 ഘട്ടത്തിലുണ്ടായ പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കരുവന്നൂരിനെ ഉപയോഗിക്കുക എന്നത് ഒരു ലക്ഷ്യം തന്നെയാണ്. അതേസമയം നിയമപരമായി
ശരി, ജെയ്സനാണ് വിവരങ്ങൾ നൽകുന്നത്. അല്പസമയത്തിനുള്ളിൽ നരേന്ദ്രമോദി ആലത്തൂർ മണ്ഡലത്തിൽ കുന്നംകുളത്ത് പ്രചരണത്തിനായി എത്തും. കരിവന്നൂരടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് ജെയ്സൺ അടക്കമുള്ളവർ പറയുന്നത്. വലിയൊരു ആൾക്കൂട്ടത്തെ NDA നരേന്ദ്രമോദി ആലത്തൂരിൽ എത്തുമ്പോൾ അവിടേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലായിരിക്കും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നരേന്ദ്രമോദി പ്രചരണം നടത്തുക.